ബ്രോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ റീസെല്ലിംഗ് ആണ്. ഓക്കെ, റീസെല്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇല്ല, അതായത് ഈ വാച്ചസ്, എയർപോഡ്, ഷൂസ്, ഡ്രസ്സ് കാര്യങ്ങൾ, അതായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന, ബോയ്സിലാണെങ്കിലും ഗേൾസിലാണെങ്കിലും ഗേൾസിൻ്റെ വാച്ച് അങ്ങനത്തെ ഫുൾ കാര്യങ്ങളും റീസെല് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാകുന്ന ചെറിയ പരിപാടിയാണ്. സിമ്പിളായിട്ട് കുറച്ച് ഇൻ്റർനെറ്റും ഒരു ഫോണും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലോ ലോകത്തിലെ ഏത് കോണിലിരുന്നിട്ടും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രോക്ക് പറഞ്ഞുതരാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ബ്രോ റീസെല്ലിങ് എന്താണെന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളെ കയ്യിൽ 5 രൂപ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ ഡെയിലി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻകം വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ ബ്രോ, എന്താ വയ്ക്കുക, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ബ്രോക്ക് ഞാൻ എന്താക്കും, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ വോയിസിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ, ഈ സാധനങ്ങളൊക്കെ ബ്രോക്ക് ഞാൻ ഹോൾസെയിൽ റേറ്റ്, അതായത് ഫാക്ടറി റേറ്റ് ഞാൻ ബ്രോക്ക് സെറ്റാക്കി തരും. അതായത് ബ്രോനെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും. ആ ഗ്രൂപ്പിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബ്രോ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. അതായത് ഞാൻ ബ്രോനെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും. ആ ഗ്രൂപ്പിൽ ഈ സാധനം ഈ ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറി ഇല്ലേ, ഇതിൻ്റെ ഫാക്ടറി ചൈന, അതായത് ബോംബെ അങ്ങനെ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും ഇത്. കേരളത്തിലാണെങ്കിൽ ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ ആ ഭാഗത്ത് കുറച്ച് ലോങ് നിന്നായിരിക്കും ഈ സാധനങ്ങളൊക്കെ വരിക. അതായത് ഈ എയർപോഡ് ആയാലും ഷൂസ് ആയാലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ കാണുന്ന ഗ്രൂപ്പിലൊക്കെ കുറേ ഉണ്ടാകാൻ മതി, ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. ഇതിനൊക്കെ ജസ്റ്റ് ഫാക്ടറി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർപോഡിനൊക്കെ ജസ്റ്റ് 150 രൂപ 200 രൂപക്കാണ് ഒരു എയർപോഡ്സിനൊക്കെ വരിക. അതായത് ആപ്പിളിൻ്റെ കോപ്പി എയർപോഡ്സാണ് നമ്മൾ 950 രൂപയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനമല്ലേ. അതിനൊക്കെ ജസ്റ്റ് 250 രൂപ 300 രൂപയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടി പറഞ്ഞില്ല. ബ്രോ എന്താക്കുക ചെയ്യുന്നത് വെച്ചാൽ ബ്രോ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും. മനസ്സിലായില്ലേ പറയണം ബ്രോ, നമ്മളൊന്ന് മാറ്റി പറഞ്ഞില്ല. ഓക്കെ, ബ്രോനെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ആക്കും. ആ ഗ്രൂപ്പിൽ ഈ സാധനത്തിൻ്റെ ഒക്കെ ലിസ്റ്റ് ഞാനിടും. അതായത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അടക്കി, ഫോട്ടോ, അതിൻ്റെ റേറ്റ്, നിങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടതെന്നൊക്കെ ഞാൻ അതിലിടും. ഓക്കെ, അപ്പോൾ 200 രൂപയുടെ സാധനം എയർപോഡ് ഞാൻ ആ ഗ്രൂപ്പിൽ വിട്ട് നേരിട്ട് ഫോട്ടോ വിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിട്ട് ഒരു റീലും ഉണ്ടാവും, ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീലും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു പേര് ഗൂഗിൾ AI വെച്ചിട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. ആ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താക്കുക, അതിൽ പോസ്റ്റ് ചെയ്യാം. ഒരു കോൾ വന്നതാണ്, വോയിസ് കട്ടായി പോയത്. ഓക്കെ, പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേരുന്ന സാധനങ്ങൾ നിങ്ങൾ റേറ്റ് കൂട്ടി അപ്ലോഡ് ചെയ്യുക. അതായത് 200 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്ന എയർപോഡ് ഒരു നിങ്ങളുടെ പ്രോഫിറ്റ് ഇട്ടതിന് ശേഷം 600 രൂപയ്ക്ക് 700 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ഒരു എയർപോഡ് വിറ്റാൽ തന്നെ ജസ്റ്റ് 300 രൂപ നിങ്ങൾക്ക് ലാഭം. ഇൻസ്റ്റാഗ്രാം വഴി മാത്രമല്ല, വാട്സപ്പ് വഴി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. വാട്സപ്പ് വഴിയൊക്കെ ഒരു അൺലിമിറ്റഡ് സെയിൽ കിട്ടാൻ വേണ്ടി ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ പഠിപ്പിച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. എല്ലാ കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രോ ഇതെങ്ങനെയാണ് ഈ സെയിൽ കിട്ടുമോ, ഇഷ്ടംപോലെ പേജ് കാര്യങ്ങളെല്ലാം നമുക്ക് സെയിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡീലറെ കറക്റ്റായിട്ട് ഇമ്പ്രസ് ചെയ്യിക്കേണ്ടത്, ഒരു ഡീലർ നമുക്ക് കോൺടാക്ട് ചെയ്താൽ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് A to Z കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാളെ മുതൽ ഒരു പ്രോ ലെവൽ വരെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അത് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ എത്തിക്കുന്നത്. 1 രൂപ പോലും നമ്മൾ ചാർജ് ചെയ്യുന്നത് വാങ്ങുന്നില്ല. നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 രൂപ പോലും ഈ കോഴ്സിന് നമ്മളിത് വാങ്ങുന്നില്ല. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ബ്രോനെ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ ബാംഗ്ലൂർ ലോങ് എന്ന സാധനം കൊണ്ടുവരുന്നത് ചീപ്പ് റേറ്റിന് 150 രൂപ കൈക്ക് ഒരു വാച്ച്, അതായത് ഷൂ ഒക്കെ ആണെങ്കിൽ 350 രൂപ 400 രൂപ കൈക്ക് ഷൂ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും. ഓക്കെ, ഷിപ്പിംഗ് ചാർജാണ് നമ്മൾ ഈ കസ്റ്റമേഴ്സ് നിങ്ങളോട് നമ്മൾ വാങ്ങുന്നത്. ജസ്റ്റ് ഒരു 199 രൂപ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത്. അതും ഒറ്റ വട്ടം നിങ്ങൾ തന്നാൽ മതി, പിന്നെ നിങ്ങൾ ഈ ലൈഫ് ലോങ് തരേണ്ടി വരില്ല. ഓക്കെ, ജസ്റ്റ് 199 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആക്കി, അതായത് കോഴ്സ് എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ അത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം നമ്മൾ സിമ്പിളായ രീതിയിൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഗൂഗിൾ മീറ്റ് ക്ലാസ് അല്ലാതെ റെക്കോർഡ് ക്ലാസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അതൊക്കെ ഫ്രീ ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റിനാണ് നമ്മൾ ജസ്റ്റ് 199 രൂപ വാങ്ങുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഒറ്റയ്ക്ക് താങ്ങില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലാസ് നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ പുറത്ത് ചോദിച്ചാൽ മതി, നല്ല റേറ്റ് ഉണ്ട്. കാരണം കോഴ്സിന് ഞാനൊക്കെ ഇപ്പോൾ ഇത് പുറത്ത് ഈ സർട്ടിഫിക്കറ്റ് എടുക്കണ്ട എനിക്കൊക്കെ, ഞാനിത് പൈസ കൊടുത്ത് പഠിച്ചാണ് ഈ കോഴ്സ്. അപ്പോൾ നല്ല റേറ്റ് കാര്യങ്ങൾ ഈ കോഴ്സിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സാധനം കൊണ്ടുവരുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് മാത്രമേ നിങ്ങളോട് ഈടാക്കുന്നുള്ളൂ. നമ്മൾ പല കാര്യത്തിനും നമ്മൾ പൈസ ചിലവാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ,
ഉം. ഒരു ചായ കുടിക്കുന്ന പൈസ മാത്രമേ ഇതിന് നമുക്ക് ആവുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ വോയിസ് ഒന്ന് ഫുള്ള് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് അയക്കാം. വോയിസ് ഫുള്ളൊന്ന് കേൾക്കണം കേട്ടോ. ഓക്കെ, വേറെ കാര്യം, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരു 1 മന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഥവാ പ്രോഫിറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രോഫിറ്റ് വീഡിയോ വോയിസ് നല്ല ലെങ്ത്തായി എന്ന് എനിക്കറിയാം. നല്ല ലെങ്ത്ത്, കാരണം ഇത്രയും എക്സ്പ്ലെയിൻ ആയിട്ട് എന്നാലും പറഞ്ഞു തരത്തില്ല. നല്ല ഫുള്ള് കേൾക്കട്ടോ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കോഴ്സ് നിങ്ങൾ എടുത്തിട്ട് 250 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ, ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നിങ്ങൾ പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബ്രോ, എനിക്കിത് പറ്റുന്നില്ല, ഇതെനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്രോൻ്റെ ആ 195 രൂപ നമ്മൾ അപ്പോൾ തന്നെ റീപേയ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 100% റിട്ടേൺ ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അത്രയും ട്രസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇത് ജോയിൻ ചെയ്യുന്ന 100% എല്ലാവർക്കും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി കൊടുക്കും, ഉറപ്പാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ജസ്റ്റ് മെസ്സേജ് അയക്കാം. ഇത്രയും വോയിസ് ഉണ്ട് ബ്രോ, ജസ്റ്റ് ഫുള്ള് കേൾക്കാം. ഓക്കെ.